ഹലോ നമസ്കാരം, വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് സാമ്പാർ പൊടി എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എങ്ങനെയാണ് സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാമ്പാർ പൊടി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് മുളക് വേണം. ഞാനൊരു 20 വറ്റൽമുളകും 20 കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത് നല്ല നിറം കിട്ടാനും ഒരു കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. വറ്റൽമുളകിന് നല്ല എരിവും കാണും. അപ്പം നമ്മൾ കറി വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇടേണ്ടി വരും. അപ്പം ഈ പൊടിയാക്കി വെക്കുന്നതിന് ഇത്രയും ആവശ്യമാണ്. അതല്ല നിങ്ങൾക്ക് കാശ്മീരി മുളക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് മാത്രം എടുത്താലും മതി. ഞാനിപ്പോൾ 20 വീതമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. അതൊരു 70 ഗ്രാമോളം വരും. ഞാൻ സ്പൂണ് വെച്ച് അളന്നപ്പോൾ ഒരു 15 സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു 15 സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1 കപ്പ്. ഇതിന് 1 സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 3 സ്പൂൺ തുവരപ്പരിപ്പ്, അതായത് സാമ്പാറിനിടുന്ന പരിപ്പ്, 3 സ്പൂൺ കടലപ്പരിപ്പ്, 3 സ്പൂൺ ഉഴുന്നുപരിപ്പ്. പിന്നെ കായം ഇത്രയും വേണ്ട. ഞാൻ 50 ഗ്രാമിൻ്റെ NS കായമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കവറിൽ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 20 ഗ്രാമോളം നമുക്ക് വേണം. 6-7 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് സാമ്പാർ പൊടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതെല്ലാം കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത്. നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് വറുത്തെടുക്കണം. കാരണം ഇത് ഓരോന്നും ഓരോ വലിപ്പം അനുസരിച്ചൊക്കെ വലുതും ചെറുതൊക്കെ അല്ലേ, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോരുപ്പിച്ചിട്ടാൽ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ തവ അടുപ്പിൽ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. നമുക്ക് വറ്റൽമുളക് അതിലേക്ക് ഇടാം. വറ്റൽമുളകിൻ്റെ തണ്ട് മൊത്തത്തിൽ പോക്കാതെ ഇങ്ങനെ പകുതി ഞെട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അരി ഒക്കെ വീണിട്ട് നമ്മൾ ചുമക്കുകയും തുമ്മിയൊക്കെ ചെയ്യുവേ. കരിയാതെ വറുത്തെടുക്കണം എല്ലാം. മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റാം. ഇനി കാശ്മീരി മുളക് വറുക്കാം. എല്ലാം വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത്. ഇത് പിരിയമുളകിനേക്കാൾ നല്ല വലിപ്പമുള്ളതാണ്. ഇത് പിരിയമുളകിൻ്റെ മൂത്ത ചേട്ടനാണെന്ന് തോന്നും കണ്ടാൽ. നല്ല വലിപ്പമുണ്ട് ഇതിന്, നല്ല പൊടിയും ഉള്ളതാണിത്. ഈ മുളക് കിട്ടാത്തൊരു പിരിയൻ മുളക് ചേർത്താലും മതി. നമുക്കിത് മൂത്ത് വാങ്ങാൻ പോവാണ്. അടുത്തത് 1 കപ്പ് മല്ലി എടുക്കാം. അപ്പം മല്ലിയുടെ മണം വരുന്നുണ്ട്, നമുക്കത് വാങ്ങാം. തമിഴരുടെ സാമ്പാറുണ്ടല്ലോ, ഭയങ്കര അടിപൊളി സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. നമുക്കങ്ങ് ഇഡ്ഡലി അറിയാതെ അങ്ങ് കഴിച്ചു പോകുന്നുണ്ട് സാമ്പാർ കഴിക്കുമ്പോൾ. ഞങ്ങൾ കോയമ്പത്തൂർ ഇരുന്നപ്പോഴും അവിടെ തമിഴ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് അടുത്തൊക്കെ ഉള്ളവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരുന്ന, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരാറുണ്ട്. അപ്പോൾ അവരൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടല്ലോ, അത് എന്താ ഒരു മണവും രുചിയാണെന്നറിയാമോ. അപ്പോൾ അവരിങ്ങനെ, അവരോട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തന്നതാണിത്. അവർ സ്വല്പം അരിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ ഈ പൊടി പൊടിക്കുമ്പോൾ, സാമ്പാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അവർ പിന്നെ നമ്മുടെ കൂട്ട് ഉള്ള കഷ്ണങ്ങളെല്ലാം ഒന്നും വാരിയിടത്തില്ല. അപ്പം നമ്മുടെ മല്ലി മൂത്തിട്ടുണ്ട്, വാങ്ങാം. ഇനി അടുത്തത് ഉഴുന്നിട്ട് കൊടുക്കാം. അവർ ഈ എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ട് സാമ്പാർ വയ്ക്കത്തില്ല കേട്ടോ. അവർക്ക് ഏതെങ്കിലും 1-2 കഷ്ണങ്ങൾ മതി. അവർ പറയുന്നത് മുരിങ്ങയ്ക്ക സാമ്പാർ, ഉള്ളി സാമ്പാർ, തക്കാളി സാമ്പാർ, വഴുതനങ്ങ സാമ്പാർ, ഇങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. നമുക്കാണ് സാമ്പാർ വയ്ക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും വേണ്ടിയത്. ഒരു കഷ്ണം കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാമ്പാർ വയ്ക്കാൻ മടിയായിരിക്കും. ഈ കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ് അതിന്. ഞാൻ വല്ലപ്പോഴൊക്കെ ചെറിയ ഉള്ളിയിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ചെറിയ ഉള്ളിയും ഒരു സവാളയും തക്കാളിയും തുവരപ്പരിപ്പ് കൂടെ മാത്രം ഇട്ടിട്ട് ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്.
പിന്നെ വെണ്ടയ്ക്ക മാത്രം അതിലിട്ട് മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ. അപ്പോൾ ഉഴുന്നിൻ്റെയും പച്ചമണം മാറി വരുന്നുണ്ട്. അതും വാങ്ങാറായി. അത് വാങ്ങാം. നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് തോരനൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ, പപ്പിത തോരൻ, കപ്പയ്ക്ക തോരന്, അതുപോലെ അമരയ്ക്ക തോരന് ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പും കൂടെ സ്വല്പം വേവിച്ച് അതിനകത്ത് ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. സാമ്പാറിന് ഇടുന്നവരുണ്ട്, കുറച്ച് വേവുണ്ടെന്നേ ഉള്ളൂ ഇതിന്. നമുക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ ഒരു മാസത്തേക്ക് പിന്നെ സാമ്പാർ കൂടി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. വെറുതെ സമയം വേസ്റ്റാക്കി കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ. നമുക്ക് എല്ലാ ആവശ്യമാണ്. നമുക്ക് ടി വി കാണണം, നമുക്ക് മൊബൈൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷേ അതിനിടയ്ക്കൂടെ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മളൊന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് നമുക്ക് സാമ്പാർ പൊടിയൊന്നും അന്വേഷിച്ച് നടക്കേണ്ട. നല്ല ശുദ്ധമായ സാമ്പാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല സാമ്പാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം അത് മൂത്തിട്ടുണ്ട്, അതും മാറ്റാം. ഇനി അടുത്ത തുവരപ്പരിപ്പ് 3 സ്പൂൺ അത് ഇടാം. എല്ലാം സെപ്പറേറ്റ് വറുത്തെടുത്തിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരുമിച്ച് അങ്ങ് പൊടിക്കുകയാണ് ചെയ്യുന്നത്. വറക്കുമ്പോൾ മാത്രമേ സെപ്പറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, ഞങ്ങൾ കൃഷി ചെയ്തതാണ്. ഈ കൃഷി ചെയ്ത രീതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നോക്കിയാൽ മതി. മഴക്കാലത്ത് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അപ്പം കുരുമുളകും മൂത്തിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി അടുത്തത് ഉലുവയാണ്. 1 സ്പൂൺ ഉലുവ. കായവും ഉലുവയും അത്യാവശ്യമാണ് സാമ്പാറിന്. സാമ്പാറിന് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതിന് ഈ ഉലുവ അത്യാവശ്യമാണ്. അതും വറുത്തെടുത്തു മാറ്റി. ഇനി അടുത്തത് ജീരകം വറുക്കാം. ജീരകമൊക്കെ പെട്ടെന്ന് ആയിക്കോളും. ജീരകത്തിൻ്റെ പണി കഴിഞ്ഞു. നമുക്ക് കായം വറുത്തെടുക്കാം. 50 ഗ്രാം കായം വാങ്ങിച്ചത് ഞാൻ എത്ര എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കായപ്പൊടി ചേർത്ത് 1 സ്പൂൺ കായപ്പൊടി ചേർത്താലും മതി. കായം നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്, എന്നിട്ട് വറുത്തെടുക്കാം. ഈ കായം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വറുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഇതിന് 1 സ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. ഇത് വറുത്തെടുക്കാം. ഇതങ്ങ് മൂത്തോളം ഇത് കിടന്ന്. അപ്പം നമ്മുടെ കായമൊക്കെ ഉരുകി വരുന്നുണ്ട്. ഇത് സ്വല്പം നേരം കിടക്കണം. ഇതൊന്ന് അമർത്തി കൊടുക്കണം. ഇത് അപ്പോൾ നല്ലതുപോലെ അങ്ങ് മൂക്കും. ഇത് പിന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ കായവും മൂത്തിട്ടുണ്ട്, അത് മാറ്റിയെടുക്കാം. അത് തണുക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 6-7 തണ്ട് കറിവേപ്പ് എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഇടാം. അതിൻ്റെ ഇലയും കൂടെ ഊരി വറക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണം, വെള്ളമൊന്നും ഇരിക്കരുത്. കറിവേപ്പില എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെ. കായം സെപ്പറേറ്റ് ഒന്ന് പൊടിച്ച് ചേർത്താലും മതി ഇതിനകത്ത് വറുത്ത് വെച്ചേക്കുന്നതേ. കറിവേപ്പില ഇതേപോലെ അങ്ങ് ഫ്രൈ ആയിക്കോളും. നമ്മുടെ കറിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. എല്ലാം ഒന്ന് തണുക്കാൻ അനുവദിക്കുക. എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം.
അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം തണുത്തിട്ടുണ്ട്. നമ്മുടെ കായൊക്കെ കണ്ട് ഒടിച്ചാൽ ഇങ്ങനെ ഒടിയും കണ്ടില്ലേ. ഇനി നമുക്കത് ഒരുമിച്ചിട്ട് തന്നെ അങ്ങ് പൊടിക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനകത്തോട്ട് ഇടാം. മുളകും ഈ സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് പൊടിക്കാം. മുളക് മാത്രമായിട്ട് എടുക്കണ്ട, എല്ലാം കൂടെ ചേർത്ത് കുറച്ച് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ സാമ്പാർ പൊടി പൊടിച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ഇതേപോലെ പൊടിച്ചുകൊണ്ട് വരാം. പൊടിക്കുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് പൊടിക്കാം. ആദ്യം പൊടിച്ച പൊടിയും രണ്ടാമത്തതും കൂടെ ഇട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കണം, എങ്കിലേ എല്ലാം കൂടെ മിക്സ് ആവുകയുള്ളൂ. നമ്മുടെ സൂപ്പർ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കണം. സാമ്പാർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ കടുക് വറുക്കുമ്പോൾ സ്വല്പം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും ചേർക്കാം. അത് കായപ്പൊടിയൊന്നും കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ പൊടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യഥാസമയം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.